ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156-ാം ജന്മവാർഷികത്തിൽ രാഷ്ട്രം അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നു. സംസ്ഥാനത്ത് വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങുകളിൽ ആദ്യ അക്ഷരം കുറിച്ച് കുരുന്നുകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നുള്ള പുനർനിർമ്മാണത്തിനായി കേന്ദ്രം കേരളത്തിന് 260.56 കോടി രൂപ അനുവദിച്ചു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞങ്ങാട് നിർവഹിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണ് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. ഇന്ത്യക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156-ാം ജന്മവാർഷികത്തിൽ രാഷ്ട്രം അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നു. രാജ്യമെമ്പാടും നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ രാജ്ഘട്ടിൽ ബാപ്പുവിന്റെ സമാധിയിൽ സർവ്വധർമ്മ പ്രാർത്ഥനാ സഭ നടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ഭവന നഗരകാര്യ മന്ത്രി മനോഹർ ലാൽ എന്നിവർ ഇന്ന് രാവിലെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി. വിദേശത്തുള്ള ഇന്ത്യൻ എംബസികളും ഗാന്ധി ജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര തലത്തിൽ അഹിംസാ ദിനമായും ആചരിച്ചു വരുന്നു. ഇതോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം കമ്മീഷൻ ഇന്ന് ന്യൂയോർക്കിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 121ാമത് ജന്മദിനവും ഇന്ന് രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തി. കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി. KPCC ആസ്ഥാനത്ത് പുഷ്പാർച്ചന, ദേശഭക്തി ഗാനം തുടങ്ങിയവ നടന്നു. രാജ്യമെമ്പാടും ഇന്ന് വിജയദശമി ആഘോഷിക്കുന്നു. നവരാത്രിയുടെയും ദുർഗാപൂജയുടെയും പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് വിജയദശമി ആശംസകൾ നേർന്നു. രാഷ്ട്രപതി ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ദസറ ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി IP എക്സ്റ്റൻഷൻ രാംലീല കമ്മിറ്റി ദേശീയ തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങളിലും പങ്കെടുക്കും. വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യ അക്ഷരം കുറിച്ചു. സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ കുട്ടികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി. തിരുവനന്തപുരം കോട്ടയ്ക്കകം പൂജപ്പുര നവരാത്രി മണ്ഡപം, ആര്യശാല ഭഗവതി ക്ഷേത്രം, ചെന്തിട്ട ഭഗവതി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, കരിക്കകം ക്ഷേത്രം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഔദ്യോഗിക വസതിയായ റോസ് ഹൌസിൽ കുട്ടികളെ എഴുത്തിനിരുത്തി. തിരൂർ തുഞ്ചൻ പറമ്പിൽ പാരമ്പര്യ എഴുത്താശാന്മാരുടെ നേതൃത്വത്തിൽ കൃഷ്ണശിലാ മണ്ഡപത്തിലും മലയാളത്തിലെ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകന്മാരുടെ നേതൃത്വത്തിൽ സരസ്വതി മണ്ഡപത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. മലപ്പുറത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കുറുമ്പത്തൂർ ഇല്ലപ്പറമ്പ്, തിരൂരിനടുത്തുള്ള വള്ളത്തോൾ സ്മാരക കേന്ദ്രം, പെരിന്തൽമണ്ണയിലെ പൂന്താനം ഇല്ലം തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് 4 വരെയാണ് ചടങ്ങ്. അക്ഷരദേവതയെ സ്തുതിച്ച് 56 ഗുരുക്കന്മാരാണ് എഴുത്തിനിരുത്ത് ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. കണ്ണൂരിലെ ക്ഷേത്രങ്ങളിൽ ആദ്യാക്ഷരം കുറിക്കുന്നതിനായി രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനെത്തി. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണിക്ക് വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. കേരളത്തിൽ നിന്ന് നിരവധി ഭക്തരാണ് ഇത്തവണ വിദ്യാരംഭ ചടങ്ങുകൾക്ക് കൊല്ലൂരിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണിക്ക് തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. 100 കണക്കിന് കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകുകയാണ് ക്ഷേത്രത്തിലെ ആചാര്യന്മാർ. പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച വിദ്യാരംഭം ഇപ്പോഴും തുടരുകയാണ്. ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പുഷ്പരഥോത്സവം ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ സാക്ഷിയാക്കി ഇന്നലെ നടന്നിരുന്നു. പുഷ്പാലങ്കൃത രഥത്തിൽ മൂകാംബിക ദേവിയെ ഇരുത്തി ശ്രീകോവിലിന് ചുറ്റും രഥം വലിക്കുന്ന ചടങ്ങാണിത്. ഇന്ന് വൈകിട്ട് വിജയ രഥോത്സവത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാവും. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാത ലഘൂകരണത്തിനും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായി കേരളമടക്കം 9 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അധിക ധനസഹായം അനുവദിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതിയാണ് ദേശീയ ദുരന്ത ലഘൂകരണ ഫണ്ടിൽ നിന്ന്
4,645.60 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 260.56 കോടി രൂപയുടെ അധിക സാമ്പത്തിക സഹായമാണ് ഇത് പ്രകാരം ലഭിക്കുക. നഗരങ്ങളിലെ പ്രളയ അപകട സാധ്യത ലഘൂകരണ പദ്ധതിയുടെ 2ാം ഘട്ട നടത്തിപ്പിനായി തിരുവനന്തപുരം അടക്കം 11 നഗരങ്ങൾക്കും കേന്ദ്രം സാമ്പത്തിക സഹായം നൽകും. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ രാജ്യത്ത് പരിവർത്തനവും പുരോഗതിയും കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ്. വടക്കുകിഴക്കൻ മേഖലയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയുടെ വളർച്ചാ എഞ്ചിനാക്കി മാറ്റുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. കാലങ്ങളായി അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ സമഗ്ര വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്നത്. വികസിത ഭാരതം കൈവരിക്കുന്നതിൽ വടക്കുകിഴക്കൻ ഇന്ത്യയുടെ നിർണായക പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. नॉर्थ ईस्ट में इंफ्रास्ट्रक्चर रिवॉल्यूशन शुरू किया. लंबे समय तक नॉर्थ ईस्ट अभाव में रहा, लेकिन अब नॉर्थ ईस्ट लैंड ऑफ अपॉर्चुनिटीज बन रहा है. ഒരു പതിറ്റാണ്ടിനിടെ വടക്കുകിഴക്കൻ മേഖലാ വികസനത്തിനുള്ള ബജറ്റ് വിഹിതം പല മടങ്ങ് വർദ്ധിച്ച് ഈ സാമ്പത്തിക വർഷം 5,900 കോടി രൂപയായി. മേഖലയിലെ വ്യാവസായിക വികസനത്തിനായി ഉത്തർ പൂർവ്വ പരിവർത്തന വ്യവസായവൽക്കരണ പദ്ധതിയും സർക്കാർ നടപ്പാക്കി വരുന്നു. സ്വദേശിക്കും സ്വാശ്രയത്വത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നില്ലെന്ന് RSS സംഘചാലക് മോഹൻ ഭാഗവത് നാഗ്പൂരിലെ രേഷ്മി ബാഗിൽ RSSന്റെ ശതാബ്ദി വാർഷികാഘോഷത്തെയും വിജയദശമി ഉത്സവ പരിപാടിയെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശ്രയത്വം നിർബന്ധിതമാക്കാൻ പാടില്ലെന്നും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞങ്ങാട് നിർവഹിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം 15 വരെയാണ് പക്ഷാചരണം. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകിയുള്ള പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണ് ഇന്ന് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 2.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന ലീഗിൽ ഫൈനലടക്കം 33 മത്സരങ്ങളാണുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി M. സുരേഷ് ബാബു. കേരളത്തിന്റെ ഫുട്ബോൾ മഹോത്സവത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകുമ്പോൾ ആദ്യ മത്സരം തന്നെ തീപാറും. കിരീടം നിലനിർത്താൻ കാലിക്കറ്റ് FCയും കഴിഞ്ഞ തവണ ഫൈനലിലേറ്റ തോൽവിക്ക് ചുട്ട മറുപടി നൽകാൻ കൊച്ചിയും ബൂട്ടുമുറുക്കുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കാൽപന്താവേശം വാനോളമുയരും. കാലിക്കറ്റിനും കൊച്ചിക്കും പുറമെ മലപ്പുറം FC, തൃശൂർ മാജിക് FC, തിരുവനന്തപുരം കൊമ്പൻസ്, കണ്ണൂർ വാരിയേഴ്സുമാണ് ഇത്തവണ ബലപരീക്ഷണത്തിലെത്തുന്നത്. റോയ് കൃഷ്ണ, മാർക്കസ് ജോസഫ്, അൻഡ്രിയാൻ സർദിനാറെ തുടങ്ങിയ വിദേശ സൂപ്പർ താരങ്ങളും സൂപ്പർ ലീഗിൽ കളത്തിലെത്തുന്നുണ്ട്. അഹമ്മദാബാദിൽ ഇന്ത്യക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന വെസ്റ്റ് ഇൻഡീസ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റിന് 115 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിൽ 2 മത്സരങ്ങളാണുള്ളത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വച്ഛതാ ഹി സേവ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന വാക്കത്തോൺ തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച പ്രഭാതഭേരി മാർച്ചിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക് കുമാർ, അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറിമാരായ ഗൌരവ് സിംഗ് രജാവത്ത്, അവനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഫിറ്റ് ഇന്ത്യയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അണിനിരന്ന സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം 22-ന് പ്രഖ്യാപിച്ച GST ഇളവുകൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനകരമാവുകയാണ്. ഫിറ്റ്നസ് സെന്ററുകൾക്കും സൈക്കിളുകൾക്കുമുള്ള GST കുറച്ചത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്നു. ജിംനേഷ്യം, ഫിറ്റ്നസ് സെന്ററുകൾ എന്നിവയുടെ നികുതി നിരക്ക് 18% നിന്ന് 5% കുറച്ചതിലൂടെ ഈ മേഖലയിലെ ചെലവ് കുറയുകയും സൈക്കിളുകളുടെ നികുതി നിരക്ക് 12% നിന്ന് 5% കുറച്ചത് ആരോഗ്യകരമായ ജീവിതശൈലിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156ാം ജന്മവാർഷികത്തിൽ രാഷ്ട്രം അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നു. സംസ്ഥാനത്ത് വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങുകളിൽ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നുള്ള പുനർനിർമ്മാണത്തിനായി കേന്ദ്രം കേരളത്തിന് 260.56 കോടി രൂപ അനുവദിച്ചു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞങ്ങാട് നിർവഹിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണ് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. ഇന്ത്യക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.